ഇന്ന് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത് ഒരു യാത്രയിലേക്കാണ്. ഒരു സാധാരണ ട്രക്കല്ല ഇത്. ആകാശത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു ആത്മീയ ഇടത്തേക്കുള്ള യാത്ര. ഇത് ഭൂട്ടാനിലെ ഏറ്റവും പ്രശസ്തമായ സ്ഥലങ്ങളിൽ ഒന്നായ ടൈഗേഴ്സ് നെസ്റ്റ് മൊണാസ്ട്രിയിലേക്കുള്ള യാത്രയാണ്. ഈ യാത്ര തുടങ്ങുന്നത് താഴ്വാരത്തിൽ നിന്നാണ് കേട്ടോ. മുന്നിൽ കാണുന്നത് ഉയരമുള്ള മലനിരകൾ, അവയെ ചുറ്റിപ്പറ്റിയ മഞ്ഞും മൂടൽമഞ്ഞും. ഇവിടെ കയറുമ്പോൾ തന്നെ മനസ്സിലാകും, ഇത് ശരീരത്തിൻ്റെ യാത്ര മാത്രമല്ല കേട്ടോ, മനസ്സിൻ്റെയും ആത്മാവിൻ്റെയും യാത്രയാണ്. ടൈഗേഴ്സ് നെസ്റ്റ് മൊണാസ്ട്രി ഭൂട്ടാനിൽ പാരോ തക്സാങ് എന്നാണ് അറിയപ്പെടുന്നത്. ഏകദേശം 900 മീറ്റർ ഉയരത്തിൽ ഒരു കുത്തനെയുള്ള പാറയുടെ മേലെയാണ് ഈ മൊണാസ്ട്രി പണിതിരിക്കുന്നത്. ഇത് കണ്ടാൽ തന്നെ ഒരു ചോദ്യം മനസ്സിൽ വരും, ഇതെങ്ങനെ ഇവിടെ പണിതു? വിശ്വാസപ്രകാരം ഗുരു പത്മസംഭവൻ ഒരു കടുവയുടെ മേൽ സഞ്ചരിച്ചാണ് ഈ പാറയിലെത്തിയതെന്ന് പറയുന്നു. അതിനാലാണ് ഈ സ്ഥലം ടൈഗേഴ്സ് നെസ്റ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈ കഥകൾ കേൾക്കുമ്പോൾ തന്നെ ഈ യാത്രയ്ക്കൊരു പ്രത്യേക അർത്ഥം ലഭിക്കും. കയറ്റം തുടങ്ങുമ്പോൾ ശ്വാസം അല്പം ഭാരമേറിയതായി തോന്നും, കാലുകൾക്ക് ക്ഷീണം അനുഭവപ്പെടും. എന്നാലും ഓരോ ചുവടും മുന്നോട്ട് വെക്കുമ്പോഴും ഒരു ആത്മവിശ്വാസം ഉള്ളിൽ വരും. ഇവിടെ കയറാൻ പറ്റുന്നില്ലെന്ന് തോന്നുന്ന നിമിഷങ്ങളിൽ ചുറ്റുമുള്ള പ്രകൃതി നിങ്ങളെ മുന്നോട്ട് തള്ളും. ചുറ്റും കാണുന്നത് നീളൻ പൈൻ മരങ്ങൾ, പക്ഷികളുടെ ശബ്ദം, മഞ്ഞു മൂടിയ മലകൾ. ഇവിടെ ഒരു നിമിഷം നിൽക്കുമ്പോഴും ലോകത്തിൻ്റെ ബഹളം മുഴുവൻ പിന്നിലായി പോകുന്നുവെന്ന് ഒരു തോന്നൽ വരും കേട്ടോ. ഈ യാത്രയിൽ ഞാൻ മനസ്സിലാക്കിയത്, ചില ലക്ഷ്യങ്ങൾ എളുപ്പത്തിൽ എത്തിപ്പെടാൻ പറ്റില്ല, എന്നാൽ അത് നമ്മളെ മാറ്റുന്ന യാത്രകളായിരിക്കും. ശരീരത്തിന് ക്ഷീണമുണ്ടാകും, പക്ഷെ മനസ്സിനൊരു സമാധാനം ലഭിക്കും. ദൂരെ മേഘങ്ങൾക്കിടയിൽ ടൈഗേഴ്സ് നെസ്റ്റ് മൊണാസ്ട്രി ആദ്യമായി കാണുന്ന ഒരു നിമിഷമുണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കാരണം താഴെ നിന്ന് നോക്കുമ്പോൾ കുഞ്ഞായിട്ട് കാണുന്നൊരു സാധനം കുറച്ചുകൂടി മേലോട്ട് പോകുമ്പോൾ കുറച്ചുകൂടി അടുത്തോട്ട് വന്നുകൊണ്ടിരിക്കും. ഓരോ ചുവട് വെക്കുമ്പോഴും അതിൻ്റെ അടുത്തോട്ടാണ് നോക്കുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നും. അത് വിവരിക്കാൻ വാക്കുകൾ പോരാട്ടോ. ഇത്രയും ദൂരം, ഇത്രയും കയറ്റം, ഇത്രയും ക്ഷീണം എല്ലാം ആ ഒരു നിമിഷത്തിൽ അർത്ഥം കണ്ടെത്തും. പിന്നെ ടൈഗേഴ്സ് നെസ്റ്റ് മൊണാസ്ട്രിയിലോട്ട് പോകുന്ന വഴിയിൽ നമ്മൾ ഒരുപാട് കാഴ്ചകൾ കണ്ടു. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്, ഇവിടെ ഒരു ടൈപ്പ് ഓഫ് ബെറി ഉണ്ട്. പക്ഷേ ആ ബെറി എങ്ങാനും കഴിച്ചു കഴിഞ്ഞാൽ നേരിട്ട് ക്രിയേറ്ററിൻ്റെ അടുത്തോട്ട് പോകാമെന്ന് സൂരജും എൻ്റെ കൂടെയുള്ള എൻ്റെ ഗാങ്ങും പറഞ്ഞു. ദേ, ഇതാണ് ആ ബെറി. മൗണ്ടൻ ബെറി എന്നൊക്കെ പറയുമെന്നാണ് ഇവർ പറയുന്നത്. പക്ഷേ ഇത് അനിമൽസ് പോലും കഴിക്കാറില്ലെന്ന്. ഇനി നീയായിട്ടെടുത്ത് കഴിക്കേണ്ട ബക്കു എന്ന് അവർ പറയാനും പറഞ്ഞു എൻ്റെ കൂടെയുള്ള ഫ്രണ്ടിനോട്. എന്നിരുന്നാലും എനിക്കിത് കഴിച്ചു നോക്കണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ എന്തെങ്കിലും സംഭവിച്ചാൽ ഈ മലമുകളിൽ നിന്ന് ആരെന്നെ എടുത്തിട്ടോടും. അങ്ങനെ ബെറീനെ അവിടെ നിക്ഷേപിച്ചിട്ട് നമ്മൾ വീണ്ടും യാത്ര തുടങ്ങി. എന്തായാലും ശ്വാസം കിട്ടാണ്ട് ഒരു സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ മനസ്സിനാകെ കൂടെയുള്ളൊരു സമാധാനം ഈ ആകാശവും ഈ പച്ചപ്പുമാണ് കേട്ടോ. ഞാൻ നല്ലപോലെ എൻജോയ് ചെയ്തൊരു ഹൈക്കായിരുന്നു. ഇത്രയും വലിയൊരു ഹൈക്ക് ഞാൻ ഇതുവരെ പോയിട്ടില്ല. എത്ര പ്രാവശ്യം വീഴാൻ പോയി, എത്ര പ്രാവശ്യം ഞാൻ എൻ്റെ മരണം എൻ്റെ മുന്നിൽ കണ്ടുവെന്ന് എനിക്ക് പോലും എണ്ണാൻ പറ്റില്ല. പക്ഷേ ഭയങ്കര അഡ്വഞ്ചറസ് ആയിട്ടുള്ളൊരു യാത്രയായിരുന്നു. നമ്മളൊരു പറ്റം സോളോ ട്രാവലേഴ്സ് ആയിരുന്നു കേട്ടോ ഇതിന് പോയത്. അതുകൊണ്ട് തന്നെ എനിക്ക് അവിടെ കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു 5 പേരുണ്ടായിരുന്നു. അപ്പോൾ ഹൈക്കിന് പോകുമ്പോൾ ഞങ്ങൾ 5 പേരുമായിരുന്നു ഒന്നിച്ച് പോയത്. ഓരോ വ്യൂ പോയിൻ്റ് എത്തുമ്പോഴും ഞങ്ങൾ നിന്ന് ഞങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഫോട്ടോസൊക്കെ എടുത്തിട്ടാണ് പോകുന്നത്. രാവിലെ 3 മണിക്ക് തുടങ്ങിയതായിട്ടോ ഞങ്ങളുടെ യാത്ര, ഈ ഹൈക്ക് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് സൺറൈസ് കാണാൻ പറ്റി. എല്ലാ ദിവസവും സൺറൈസ് കടലിൽ നിന്ന് കാണുന്ന എനിക്ക് ഇന്ന് മൗണ്ടെയിനിൽ നിന്ന് കാണാൻ പറ്റി. പിന്നെ ഇവിടുത്തെ തണുപ്പിനെക്കുറിച്ച് പറയാണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം കടൽക്കാറ്റ് കൊണ്ട് ആ ഒരു ചെറിയ ചൂടിൽ ജീവിച്ച എനിക്ക് ഈ ഒരു ചെറിയ തണുപ്പ് ഒരു ഭയങ്കര തണുപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ കൂടെയുള്ള ഫ്രണ്ട്സ് അവരുടെ ജാക്കറ്റും എല്ലാം കൂടെ എന്നെ പുതപ്പിച്ചു കേട്ടോ. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ബേസ്. ഇവിടെ നമുക്ക് റെസ്റ്റ് ചെയ്യാം. ഇത് ലിച്ചി പോലെ ഇരിക്കുന്ന ഒരു സാധനമാണ്, പക്ഷേ ലിച്ചി അല്ല. ഇത് ഒരു ടൈപ്പ് ഓഫ് ഫ്ലവറാണോ ഫ്രൂട്ടാണോ ഒന്നും മനസ്സിലാവുന്നുമില്ല. ഇതൊക്കെ നമ്മൾ ഫസ്റ്റ് ബേസിൽ നിന്ന് മേലോട്ട് കയറുമ്പോഴുള്ള വഴിയാണ് കേട്ടോ. ഇനി നമ്മൾ സൂക്ഷിക്കണം. ഇനിയുള്ള വഴി കുറച്ച് കഷ്ടം പിടിച്ച വഴിയാണ്. പോകുമ്പോൾ നമ്മൾ കുറേ സ്തൂപാസ് കണ്ടു. ഇവിടെയുള്ള ആൾക്കാർ മരിക്കുമ്പോൾ അവരുടെ ചിത കളിമണ്ണുമായിട്ട് കലർത്തിയിട്ടുണ്ടാക്കുന്ന സ്തൂപാസാണ് ഇതൊക്കെ. ഇനി പോകുന്ന വഴി കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആണ് കേട്ടോ. പോകുന്ന വഴിയിൽ ഒരുപാട് അപ്പൂപ്പന്മാരെയും അമ്മൂമ്മമാരെയും 6 വയസ്സുള്ള കുട്ടീനെയും കണ്ടു. ഇതാണ് ടൈഗേഴ്സ് നെസ്റ്റ് മൊണാസ്ട്രി. അവിടെയാണ് നമ്മുടെ ലക്ഷ്യം. ഇനി പോകുന്ന പാത കഷ്ടിച്ച് ഒരാൾക്ക് മാത്രം യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. ഞങ്ങൾ കഥയും പറഞ്ഞ് ചിരിച്ച്
പരതും അടിച്ചടിച്ചടിച്ച് മുന്നോട്ട് നടന്നു. ഈ പരതും അടിക്കുമ്പോൾ നമ്മുടെ ക്ഷീണം അങ്ങ് മറക്കും. പിന്നെ നമ്മൾ ഓരോ എക്സ്പീരിയൻസും ഷെയർ ചെയ്യും. റോറോ വേറെ ഹൈക്കിനൊക്കെ പോയിട്ടുണ്ട്. ശ്രുതിയും ഞാനും നിക്കുഞ്ചും അമ്മായിയും അങ്ങനെ വേറെ ഹൈക്കിനൊന്നും പോയിട്ടില്ല. ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ട്രാവൽ ചെയ്തത് റോറോയും അമ്മായിയുമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഓരോ കഥയും പറഞ്ഞ് ഇങ്ങനെ നടക്കുവാണ്. എന്തോന്നറിയില്ല, ഞാൻ പുറത്തുനിന്നുള്ളൊരു കുട്ടിയാണ് എന്നുള്ള ഒരു ഇത് എന്നെ ഫീൽ ചെയ്യാൻ സമ്മതിച്ചിട്ടില്ല. ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. എന്നെ അവരുടെ കൂടെയുള്ള ഒരാളായിട്ട് ഇവർ കൊണ്ടു നടന്നു കേട്ടോ. ഇനി നമ്മൾ പോകുന്നത് പാറക്കെട്ടുകളുടെ സൈഡിൽ കൂടിയാണ്. അതുകൊണ്ട് തന്നെ അവിടെ ബോർഡും എഴുതി വെച്ചിട്ടുണ്ട്, സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ടെന്ന് പറഞ്ഞിട്ട്. ഇനി കാണാൻ പോകുന്നതാണ് മെജസ്റ്റിക് ആയിട്ടുള്ള ടൈഗേഴ്സ് നെസ്റ്റ് മൊണാസ്ട്രി. ഇവിടെ മൊത്തം 9 അമ്പലങ്ങളുണ്ട്. അതിൽ 8 എണ്ണം മാത്രമേ നമ്മൾ കാണിക്കുള്ളൂ കേട്ടോ. ഇവിടെ നിന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ഫോട്ടോസ് എടുക്കാം. ബിക്കോസ് ഈ മൊണാസ്ട്രിയുടെ തൊട്ട് താഴെ ഒരു പോയിൻ്റ് ഉണ്ട്. അവിടെ വരെ മാത്രമേ നമുക്ക് ക്യാമറാസൊക്കെ അലൗഡഡ് ആയിട്ടുള്ളൂ. ഈ ഒരു മലമുകളുടെ ചെരുവിലാണ് ടൈഗേഴ്സ് നെസ്റ്റ് മൊണാസ്ട്രി വരുന്നത്. ഇതിവിടെ കൊണ്ടുണ്ടാക്കിയ അവരുടെ ആ മനസ്സുണ്ടല്ലോ, അത് ഞാൻ ആലോചിക്കുന്നത്. ഓരോ സ്റ്റെപ്പ് ഇതിൻ്റെ അടുത്തോട്ട് വെക്കുമ്പോഴും ഞാൻ ആലോചിക്കുന്നത് ഇവരിത് എങ്ങനെ ഉണ്ടാക്കി, ഇവർക്ക് ഇതിനുള്ള മെറ്റീരിയൽസ് ഇത് ഇത്രയും മേലെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ എങ്ങനെ പറ്റി. പണ്ട് കാലത്ത് ഹെലികോപ്റ്റേഴ്സ് ഇല്ലായിരുന്നല്ലോ, പിന്നെ ഇവർ എന്തു ചെയ്യും. അപ്പോഴാണ് റോറോ പറയുന്നത്, നീ കണ്ടില്ലേ താഴെ നിന്ന് കുതിരയൊക്കെ വരുന്നത്, മേ ബി കുതിരയുടെ പുറത്തായിരിക്കും. ഞാനപ്പോൾ വിചാരിച്ചു ആയിരിക്കുമല്ലേ ദേ കുതിര. പിന്നെ ഇതിൻ്റെ അകത്ത് നമുക്ക് ക്യാമറകൾ അനുവദിച്ചിട്ടില്ല. പക്ഷേ ചില അനുഭവങ്ങൾ ക്യാമറയിൽ പകർത്താൻ കഴിയില്ലല്ലോ, അവയെ മനസ്സിൽ സൂക്ഷിക്കുക എന്നാണ് ഏറ്റവും നല്ലത്. അകത്ത് കിടക്കുമ്പോൾ ഒരു നിശബ്ദത, ഒരു സമാധാനം. ശബ്ദമില്ലാത്തവർക്ക് പോലും ഒരുപാട് പറയാനുള്ളതായിട്ട് തോന്നും. തിരിച്ചിറങ്ങുമ്പോൾ കാലുകൾക്ക് വീണ്ടും ക്ഷീണം തോന്നും. പക്ഷേ ഇറങ്ങുന്ന ഓരോ ചുവടും നിങ്ങളെ ഒരു പുതിയ വ്യക്തിയായി മാറ്റിയിരിക്കും. ഈ യാത്ര അവസാനിച്ചാലും അതിൻ്റെ അനുഭവം നിങ്ങളിൽ തുടരും. ടൈഗേഴ്സ് നെസ്റ്റ് ഒരു ടൂറിസ്റ്റ് സ്പോട്ട് മാത്രമല്ല, അത് ധൈര്യത്തിൻ്റെ, വിശ്വാസത്തിൻ്റെ, സഹനത്തിൻ്റെ ഒരു പ്രതീകമാണ്. ഈ യാത്രയിൽ ഞാൻ നേടിയതെല്ലാം വീഡിയോയിൽ കാണിക്കാൻ പറ്റിയില്ല. എന്നാലും ഈ അനുഭവത്തിൻ്റെ ഒരു ചെറിയ ഭാഗം നിങ്ങളിലേക്ക് എത്തിക്കാനായത് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇത്തരത്തിലുള്ള യാത്രാ അനുഭവങ്ങളും നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. നമ്മൾ വീണ്ടും മറ്റൊരു യാത്രയിൽ കാണാം. ടൈഗേഴ്സ് നെസ്റ്റ് ഇവിടെ തീരുന്നില്ല കേട്ടോ. ഇനി നമുക്ക് അടുത്ത വിശേഷത്തിലോട്ട് പോകാം. പക്ഷേ ഇറങ്ങി പോകുന്ന വഴി നിങ്ങൾ കണ്ടോ, ഇതൊക്കെ ഞാൻ മൂവീസിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഒരുപാട് ഫോട്ടോസ് എടുക്കാൻ നോക്കി, പക്ഷേ കണ്ണിന് കാണുന്നത് ക്യാമറയിൽ അത്രയും ക്യാപ്ചർ ആയിട്ടില്ല. ഇറങ്ങിപ്പോകുമ്പോൾ ഭയങ്കര സങ്കടം തോന്നി കേട്ടോ. എന്തായാലും ഈ ഒരു അനുഭവം ഞാൻ മറക്കാൻ പറ്റാത്തൊരു അനുഭവമായിരിക്കും.